ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുവാൻ സിനി ജോസഫ് ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ ഫെമിലിയറായ ഫേസാണ്, നമുക്ക് ഇസ്രായേലിൽ നിന്നും എപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രതികരണം ഇസ്രായേലിലുള്ളത്? കാരണം ബന്ദികൾ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യമുണ്ടോ? നമസ്കാരം. ഇവിടെ എല്ലാരും ഇന്നലെ രാത്രി 11 മണി തൊട്ട് എല്ലാരും സന്തോഷത്തിലാണ്. ബന്ദികൾ തിരിച്ചു വരും എന്ന് തന്നെയാണ്. തിരിച്ചു വരുന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. എന്നാൽ അത് എത്രമാത്രം ഫലവത്താവും എന്നുള്ളതിൽ ആർക്കും മറുപുറം ഹമാസ് ആയതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് വിശ്വാസനീയം ആകത്തുള്ളൂ. അതുകൊണ്ട് അത്രമേൽ സന്തോഷത്തിലല്ല. എന്നിരുന്നാലും ഇവിടെ ആളുകൾക്ക് എല്ലായിരിക്കും തിരിച്ചു കിട്ടുന്ന അടുത്ത 72 അവേഴ്സിനുള്ളിൽ തിരിച്ചു കിട്ടുമെന്നാണ് ഇവിടെയുള്ള പ്രാദേശിക ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നായാലും ഇവിടെ ഓൾറെഡി 2 മീറ്റിംഗ് കഴിഞ്ഞു. അടുത്ത മീറ്റിംഗ് വൈകുന്നേരം 7 മണിക്ക്, ഇവിടെ ശബാത്ത് ആയതുകൊണ്ട് 7 മണിക്ക് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം രാത്രിയിൽ കേരളയിലോട്ട് പുറപ്പെടുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആൾക്കാരെല്ലാരും നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇസ്രായേൽ ടൈം 11:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഹമാസ് സമ്മതിച്ചു എന്നുള്ള കാര്യം. അതിനുശേഷം രാത്രി 1-1:30 വരെ എല്ലാവരും ടിവിയുടെ മുമ്പിൽ തന്നെ ആ സന്തോഷത്തിൽ ഇരുന്ന് അതിനുശേഷമാണ് എല്ലാവരും കിടന്നുറങ്ങാനും എല്ലാത്തിനും പോയത്. ഇന്ന് രാവിലെ ആണെങ്കിൽ എല്ലാവരും ഫുൾ ടൈം എന്താണ് അപ്ഡേറ്റ് എന്നറിയാൻ വേണ്ടി ടിവിയുടെ മുമ്പിൽ തന്നെയാണ്. പിന്നെ ഇപ്പം 20 പാക്കേജുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ 7 എണ്ണമാണ് ഹമാസ് അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി 13 എണ്ണം ഇതുവരെയും അവര് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാനും അവിടെ വിട്ടുമാറാനും അങ്ങനെയൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് ഇത് എത്രമാത്രം ഫലവത്താകും എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു പൂർണ്ണത കൈവിടാൻ വന്നിട്ടില്ല. എല്ലാവരും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം മുൻപുള്ള അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവസാന നിമിഷം വരെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒരു 2 മണിയോടുകൂടി IDF പിൻവാങ്ങിയിട്ടില്ല. പക്ഷെ അവിടെയുള്ള ബോംബിംഗ് എല്ലാം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവർ പിന്മാറിയിട്ടില്ല ഇപ്പോഴും. കാരണം ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് IDF-ഉം അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഓൾറെഡി ഇന്നിപ്പം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഷിൻബെറ്റും IDF-ഉം അതായത് മൊസാദിന്റെ ടീംസും എല്ലാവരും കൂടെ കൂടിയിട്ട് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ അതിന്റെ പട്ടികയും കരടുപട്ടിയും ഇവിടെ നിന്ന് അവർ പൂർത്തിയാക്കുന്നുണ്ട്. എന്നിരുന്നാലും ആകെ മൊത്തം എല്ലാവരും സന്തോഷത്തിലാണ്. ഇന്ന് വൈകുന്നേരങ്ങളിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ശബാത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. അതായത് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇതിനു വേണ്ടി സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം എല്ലാ പട്ടണങ്ങളിലും നഗരങ്ങളിലും ആളുകൾ പുറത്തിറങ്ങി ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരെങ്കിലും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ടോ ഇസ്രായേലിൽ? അത് അൾട്രാ റിലീജിയസ് ആയ ആൾക്കാർ മാത്രം. അത് ഏകദേശം ഒരു 10% ആൾക്കാരെ ഗസ വിട്ടുകൊടുക്കരുത് എന്ന രീതിയിൽ അൾട്രാ റിലീജിയസ് ആയ ആൾക്കാർ മാത്രം ഒരു 10% എതിർപ്പുണ്ട്. എന്നിരുന്നാലും ഒരു 90% ആൾക്കാർക്കും സന്തോഷം തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിച്ചുകൊണ്ട് പോയ ആളുകളുടെ ഒന്നെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അനുസരിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളുടെയും മരിച്ച കുറെ ആൾക്കാരുടെ ബോഡി ബെറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഒക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇവിടുത്തെ ഹോസ്റ്റേജിന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഹോസ്റ്റേജ് സ്ക്വയറിൽ ഇപ്പം ഇന്ന് 5-ാം തീയതി 3 ദിവസം കഴിഞ്ഞാൽ 2 വർഷം പൂർത്തിയാകുകയാണ്. ഹോസ്റ്റേജ് സ്ക്വയറിൽ അവര് ബന്ധുക്കളും മക്കളും എല്ലാവരും വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുവാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. അൾട്രാ ഓർത്തഡോക്സ് ആയ ഒരു 10% ആളുകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇസ്രായേലിൽ നിന്നും സിനി ജോസഫ് ആണ് ഇപ്പോൾ നമ്മളോട് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.